നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ഒരു സൂയിസൈഡ് വാർത്ത നിങ്ങൾ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ടോ? അത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുകയും എന്തിനിങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു കാര്യം സംഭവിക്കുക എന്ന് പറയുമ്പോഴേക്കും അതിനെ തടയാനായിട്ട്, അതായത് പ്രിവെൻറ്റീവ് മെഷേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ള ആ ഒരു സമൂഹം, ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ ആളുകൾ, നമ്മളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിസണിങ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നല്ലൊരു ലിസണിങ് ആയിട്ടുള്ളൊരു ഹാർട്ട് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, പെയിൻഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനായിട്ട് ചിന്തിക്കുന്ന സംഘർഷഭരിതമായ മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, വളരെ ലിസണിങ് ആയിട്ടുള്ള ഒരു വ്യക്തി അവൈലബിൾ ആണെങ്കിൽ അയാളുടെ മാനസിക സംഘർഷം അങ്ങനെ തന്നെ അയാൾക്ക് ഇറക്കി വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ഒന്നാമതായിട്ട് വേണ്ടത് നല്ലൊരു ലിസണിങ് ഹാർട്ടുള്ള ആളുകളാവുക. ലിസണിങ് കൾച്ചർ, നന്നായിട്ട് കേൾക്കുന്ന ഒരു സംസ്കാരം. ഒരുപാട് നമ്മൾ സംസാരിക്കുന്നതിൽ കൂടുതൽ മറ്റുള്ളവരെ നന്നായിട്ട് കേൾക്കുന്ന നല്ലൊരു ഹൃദയമുള്ള വ്യക്തികളായി മാറുക എന്നുള്ളതാണ്. രണ്ടാമത് എംപതി എന്ന് പറയുന്നത്, അതായത് സഹാനുഭൂതി. ഇപ്പോൾ ഒരാളുടെ വേദന പറയുമ്പോൾ ആ വേദനയെ കയറി ക്രിട്ടിസൈസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഉപരിയായിട്ട് ആ വേദന മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, ആ പെയിൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളത് സൈക്കോളജിക്കൽ ബേസിക് അവയർനെസ്. അതായത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ എന്താണ് ശരിക്കും ആ വ്യക്തി ആക്ച്വലി കടന്നു പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ബേസിക് സൈക്കോളജിക്കൽ അവയർനെസ് ഉണ്ടെങ്കിൽ, കാരണം അത്തരത്തിൽ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ആ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഇരുന്നിരുന്ന് അയാളുടെ ബയോളജിക്കൽ ചേഞ്ചസ് തന്നെ സംഭവിക്കുന്നുണ്ട്. അയാളുടെ ശരീരം ഒരുപാട് കോർട്ടിസോൾ ഹോർമോൺ, അഡ്രിനാലിൻ ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് അയാളുടെ സഫറിങ് വളരെയധികം പീക്കിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ്. മേ ബി അയാളുടെ അമിഗ്ദല, അതായത് ആ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഹൈലി ആക്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ആദ്യം അതിനെ ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ട്, ഒന്ന് ശാന്തമാക്കാനാണ് സഹായിക്കേണ്ടത്. അപ്പോൾ അതിന് പകരം കയറി ആ ഒരു വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഉപദേശിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളെക്കാൾ വലിയൊരു സംഭവം എന്തോ ആണ് ഞാൻ എന്ന് കാണിക്കാമെന്നുള്ളൂ. അതുകൊണ്ട് യാതൊരു ഗുണം ഒരു മനുഷ്യനും ലഭിക്കാനില്ല. നമുക്കും അതുകൊണ്ടൊന്നും ലഭിക്കാനില്ല, ആ ബുദ്ധിമുട്ടിൽ കൂടി പോകുന്ന ആൾക്കും ഒന്നും ലഭിക്കാനില്ല. പക്ഷേ അതിന് പകരം ഒരു കരുണയുള്ള വ്യക്തിയാണെങ്കിൽ, നന്നായിട്ട് ലിസൺ ചെയ്യാനുള്ള ഒരു ഹൃദയം ഉണ്ടാവുക, എംപതൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു താഴ്മയുണ്ടാവുക എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ആശ്വാസമാവാനും ജീവനിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാനും സാധിക്കും. താങ്ക് യു.